അങ്ങനെ അധികം വൈകാതെ ഭൂമി അച്ഛനെ കൊന്ന കമാലിനെ കയ്യോടെ പിടിക്കാൻ പോകുന്നുണ്ട്. ഈ കേസ് നടത്താനും പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ വേറെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം കേട്ടോ. അപ്പൊ ഈ കമാല് ഭൂമിയുടെ ബാഗിൽ നിന്ന് ആ കത്ത് എടുത്ത പാടെ ഭവാനിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയല്ലേ കത്ത് എന്ന് നോക്കണം, ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഭവാനി അത് വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ്, മോൾ അറിയാനാണ് അച്ഛൻ ഈ കത്ത് എഴുതുന്നത്. ഞാൻ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം, അവരെന്റെ പിന്നാലെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സത്യം അത് മോള് മനസ്സിലാക്കണം. ആ രഹസ്യം എന്താണെന്നല്ലേ അത് ഞാൻ ഒരു കത്തിലെഴുതി ശിവന്റെയും ദാസന്റെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കോഫി ഷോപ്പിൽ സ്ഥിരമായിട്ട് വരാറുള്ള ശിവനും ദാസനും അവരുടെ കയ്യിലാണ് ഉള്ളത് എന്ന് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഭവാനി കാണുകയാണ്. അപ്പൊ ഭവാനി ഉറപ്പായിട്ടും ഇനി എന്തായിരിക്കും ചെയ്യാൻ പോവുക? ഈ കത്ത് കണ്ടപാടെ നേരെ കമാലിനെ ശിവനെയും ദാസനെയും കാണാനായിട്ട് പറഞ്ഞു വിടും. അവരെ കണ്ട് എന്തെങ്കിലും സംസാരിച്ച് അച്യുതൻ എഴുതിയ ആ കത്ത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ഏൽപ്പിക്കും. അങ്ങനെ കമാല് അവരെ കാണാൻ പോകും. അങ്ങനെയായിരിക്കും ഭൂമി കമാലിനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഭൂമിയുടെ ഒരു ട്രാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? എന്താന്ന് വെച്ചാൽ ഭൂമി ഹോട്ടൽ റൂം പൂട്ടാതെ വെറുതെ അടച്ചു വെച്ച് പോയത് ആരെങ്കിലും വന്ന് ആ കത്ത് മോഷ്ടിക്കണം എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ്. അങ്ങനെ കമാൽ അത് മോഷ്ടിച്ച് പോയതിന് ശേഷം ഭൂമി ഉടനെ തന്നെ വിളിച്ച് ശിവനെയും ദാസനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അപരിചിതൻ നിങ്ങളെ കാണാൻ വരും, അയാൾക്ക് കൃത്യമായിട്ട് മറുപടി ഒന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ മിക്കവാറും ഭൂമി ഈ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വെച്ചൊരു ട്രാപ്പ് ആയിരിക്കും ഇത്. അച്യുതൻ ആ കത്തില് ഞാൻ ഏത് നിമിഷവും കൊല്ലപ്പെടും, അവരെന്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്ന് മാത്രമായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. ബാക്കിയുള്ള 2 ലൈൻ ഉണ്ടല്ലോ, ശിവന്റെ ദാസന്റെ കയ്യിൽ കത്തേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഭൂമി ആ കത്തിൽ എഴുതി ചേർത്തതാവാനുള്ള ചാൻസ് ആണുള്ളത്. എന്നാലല്ലേ കൊലയാളി ശിവനെയും ദാസനെയും കാണാൻ വരുമ്പോൾ കൊലയാളിയെ ഭൂമിക്ക് പിടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിനായിട്ട് ഭൂമി ആ കത്തിൽ എഴുതി ചേർത്തതാവാനാണ് ചാൻസ് ഉള്ളത്. ഇനിയിപ്പോ അഥവാ അച്യുതൻ അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു കത്ത്, രഹസ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് ശിവനെയും ദാസനെയും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ കത്ത് കിട്ടിയ പാടെ ഭൂമി ശിവന്റെ ദാസന്റെ കയ്യിൽ നിന്ന് ആ മെയിൻ കത്ത് വാങ്ങിച്ച് നോക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും പെട്ടെന്ന് അങ്ങനെ അത്രത്തോളം കഥ പോകാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഭൂമി കൊലയാളെ പിടിക്കാൻ വെച്ചൊരു ട്രാപ്പ് ആയിരിക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പൊ എന്തായാലും ഭവാനിക്ക് ഇനി പേടിച്ചുള്ള ജീവിതമായിരിക്കും, പേടിയുടെ നാളുകളായിരിക്കും. അങ്ങനെയുള്ള ഒരു പേടിയിലായിരിക്കും ഭവാനി. ഭൂമി പെട്ടെന്ന് വീട്ടിൽ കയറി വന്ന് സത്യദാസിന്റെ മോളാണ്, ഇവിടത്തെ മോളാണ്, ഞാൻ ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നതായിട്ട് ഭവാനി സ്വപ്നം കാണുന്നത്. എന്താന്ന് വെച്ചാൽ അച്യുതൻ ശിവനെയും ദാസനെയും അങ്ങനെ ഒരു കത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉറപ്പായിട്ടും ഭൂമിയുടെ അച്ഛൻ ആരാണ് എന്നുള്ള രഹസ്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. അത് കണ്ട് മനസ്സിലാക്കിയ ഭൂമി നേരെ ഇങ്ങോട്ട് കയറി വരുന്നതായിട്ടൊക്കെ ഭവാനി സ്വപ്നം കാണാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഭവാനി വിചാരിക്കുന്ന പോലെ അങ്ങനെ യാതൊരു കാര്യങ്ങളും ഉണ്ടാവില്ല. എന്തായാലും നമ്മുടെ ഭൂമി കേസിൽ എന്താ നടന്നതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ള തീവ്രമായ ശ്രമത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഭവാനിയുടെ ഒരു നിഴല് പോലെ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഭൂമി കാണുന്നുണ്ട്. അതോടുകൂടി ഭൂമി മനസ്സിലാക്കുന്നുണ്ട് ആരോ ഒരു പെണ്ണാണ് ഈ കൊലയാളിക്ക് പിന്നിലുള്ള സൂത്രധാരൻ. അയാളിട്ട പ്ലാൻ പ്രകാരമാണ് ഈ കൊലയാളി എൻ്റെ അച്ഛനെ കൊന്നിട്ട് പോയത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഭൂമി മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഭവാനിയിലേക്ക് എത്താൻ ഇനിയും കുറേ എപ്പിസോഡ്സ് വേണ്ടി വരും. ഇപ്പൊ തൽക്കാലം കമാലിനെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കമാല് ഭവാനിയുടെ പേര് പറയില്ലായിരിക്കും. അപ്പൊ അതിനിടയ്ക്ക് ഭൂമി കേസ് തെളിയിക്കാനുള്ള ഒരു സഹായത്തിന് വേണ്ടി പ്രൊഫസറെ കണ്ട് സംസാരിച്ചിരുന്നല്ലോ. അങ്ങനെ പ്രൊഫസർ പറഞ്ഞു കൊടുത്തത് എന്താന്ന് വെച്ചാൽ ഇപ്പോ അംബികയ്ക്ക് എതിരായിട്ടുള്ള തെളിവുകൾ, സാഹചര്യ തെളിവുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടും അംബികയെ പുറത്തിറക്കാനായിട്ട് നമ്മൾ വാദിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ വളരെ കുറവാണ്. ഈ ചെറിയ തെളിവുകൾ വെച്ച് നമുക്ക് കേസ് ജയിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇനി നല്ലൊരു വക്കീലിനെ വെക്കുക എന്നുള്ളൊരു ഒരൊറ്റ വഴിയേ നമുക്കിവിടെ ഉള്ളൂ. വളരെ മിടുക്കനായിട്ടുള്ള ഒരു വക്കീലിനെ വെച്ച് വാദിച്ചാലേ ഈ ചെറിയ തെളിവുകൾ വെച്ച് നമുക്ക് കേസ് ജയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതൊക്കെ പ്രൊഫസർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭൂമിയും ആ ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. കൂടെ തന്നെ അജയുടെ ഫ്രണ്ട് ആൽഫ്രഡ് അജയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എൻ്റെ കയ്യിൽ നിൽക്കും തോന്നുന്നില്ല, കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള, കുറച്ചുകൂടെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വക്കീൽ വാദിച്ചാലേ ഭൂമി ഈ കേസിൽ ജയിക്കുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഭൂമി അജയെ കണ്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്. നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ചാലേ നമ്മൾ ഈ കേസിൽ ജയിക്കുള്ളൂ. അതുകൊണ്ട് നല്ലൊരു വക്കീലിനെ പരിചയപ്പെടാൻ സാർ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് അങ്ങനെ ആരെയും അറിയില്ല എന്നൊക്കെ ഭൂമി പറയുന്നത് കൊണ്ട് അജയ് ഭൂമിയെ സഹായിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ച് ഭൂമിക്ക് കൊടുത്താലും ആ വക്കീലിന് നല്ലൊരു തുക ഫീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ചെറിയ തെളിവുകൾ വെച്ച് കേസ് തെളിയിക്കാൻ ഇനി ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വരും. അത്രയും കാലം ഈ വക്കീലിന് ഫീസ് കൊടുത്ത് അവസാനം കേസ് തെളിയുമ്പോഴത്തേക്കും ഭൂമിക്ക് ചെലവാകുന്ന തുക ലക്ഷങ്ങളായിരിക്കും. അപ്പൊ അത്രയും പൈസയൊന്നും ഭൂമിയുടെ കയ്യിലില്ലല്ലോ. അപ്പൊ പിന്നെ ആ പൈസ ഭൂമിക്ക് കൊടുത്ത് സഹായിച്ചിട്ടായിരിക്കും അജയ് ഭൂമിയോട് ഈ കോൺട്രാക്ട് മാരേജിനെ കുറിച്ച് ചോദിക്കുന്നത് അല്ലേ. അതിനുള്ളിൽ തന്നെ അഞ്ജനയുടെ ശല്യം ഇവിടെ അജയ്ക്ക് സഹിക്കാൻ പറ്റാതെയായി മാറാൻ പോകുന്നുണ്ട്. അഞ്ജന അജയുടെ റൂമിൽ കയറി വന്ന് അജയുടെ റൂമൊക്കെ നോക്കാൻ പോകുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന അജയുടെ പഴയ കാമുകിയുടെ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ ഒക്കെ എടുത്ത് ദൂരെ എറിയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതോടുകൂടി അജയുടെ ക്ഷമ നശിക്കുന്നു. അഞ്ജനയുടെയും
അജയുടെയും കല്യാണം തീരുമാനിച്ചത് മുത്തശ്ശി ആയതുകൊണ്ട് എതിർത്തൊന്നും പറയാനും കഴിയുന്നില്ല അജയ്ക്ക്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, എങ്ങനെയാണ് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയാന്ന് ആലോചിച്ച് ഒരു വഴിയും കാണാതാവുമ്പോൾ അവസാനം അജയ് ഭൂമിയോട് തന്നെ ചോദിക്കാൻ പോവാണ്. ഭൂമിയാണെങ്കിൽ ഭൂമി അഞ്ജനേക്കാൾ ഭേദമാണല്ലോ ഈ ഭൂമി എന്ന് വിചാരിച്ച് ഭൂമിയോട് സംസാരിക്കാൻ പോവാണ്. ഭൂമി എനിക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വക്കീലിന് കൊടുക്കാനുള്ള പണവും ഈ കേസ് നടത്താനുള്ള മുഴുവൻ പണവും ഭൂമിക്ക് വേണ്ടി ഞാൻ ചെലവാക്കാം എന്ന് അജയ് ഏൽക്കുന്നതുകൊണ്ട് അജയ്ക്ക് വേണ്ട ആ സഹായം ഭൂമി ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കുന്നു. അവസാനമായിരിക്കും ഭൂമിക്ക് മനസ്സിലാവുക സഹായം ചെറിയ സഹായമൊന്നുമല്ല, അജയെ വിവാഹം കഴിക്കണം, അതും ശരിക്കുള്ള ഭാര്യയായിട്ടല്ല, ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വേണ്ടി മാത്രം ഒരു ഭാര്യ, ആ ഒരു റോളിലേക്ക് ഭൂമി വരണം. അതാണ് കണ്ടീഷൻ എന്ന് അറിയുമ്പോൾ ഭൂമി ഞെട്ടാൻ പോകുന്നുണ്ട്. അഞ്ജനയായിട്ടുള്ള വിവാഹം മുടക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അജയ് ചോദിക്കുന്നത് കൊണ്ട് മാത്രം ഭൂമി കല്യാണത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. പക്ഷെ ഭൂമിയുടെ അമ്മയെ കേസിൽ നിന്ന് പുറത്തിറക്കാനും കേസ് നടത്താനും ഒക്കെ ഉള്ള പണം അജയ് തരാമെന്ന് സമ്മതിക്കുന്നതുകൊണ്ടാണ് ഭൂമി അവസാനം അജയ് വിവാഹം കഴിക്കാൻ സമ്മതിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലാഗ് അടിച്ച് പോകുന്നുണ്ടോ, കുറച്ച് ബോർ അടിക്കുന്നുണ്ടോ, അതോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അജയുടെ പഴയ കാമുകിയുടെയും സീൻസ് കാണിക്കുന്നുണ്ടല്ലോ, അത് ബോറിംഗ് ആണോ അതോ നന്നായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറയൂട്ടോ. താങ്ക് യു, ബൈ.